മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ ഫലാ തകുൻ ലഹു ഖാമിസ. ഒന്നിരിക്കും ഒരു ആലിമാവണം. അത് ഏതായാലും അല്ലാന്ന് ഈ വീഡിയോ കണ്ട മനസ്സിലായി. ഒരു ആലിമിന് പറ്റിയ പണിയല്ലല്ലോ അത്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണം. അതുമല്ല, ഒരു മുതഅല്ലിമിന് പറ്റിയ പണിയല്ലത്. തലീകെട്ടുകൾ നോക്കണ്ട, അത് ചിലപ്പോൾ വെറുതെ ഒരു പ്രഹസനത്തിന് കെട്ടിയതായിരിക്കും. അതിലും കെട്ടിയിട്ട് മൊയ്തേമാരെ പറയിപ്പിക്കാൻ എന്തിനാ ഉസ്താദ് ഈ പണിക്ക് നിൽക്കണങ്ങളെ? അസ്സലാമു അലൈക്കും. ഈ ഉസ്താദിൻ്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹം ഒരു മദനിയാണ് എന്നുള്ളതറിയാം. 1-2 വീഡിയോകളിൽ ഞാൻ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും വിമർശനാത്മകമായി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്നെ വിമർശിക്കുമ്പോൾ പോലും ഉസ്താദെ നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഒരു മമ്പുറത്തൊരു കാക്കാൻ്റെ ഒരു വിഷയം സംബന്ധിച്ചൊക്കെയാണ് വീഡിയോ ചെയ്തത്. അദ്ദേഹം ചെയ്ത വീഡിയോ ഞാൻ വിമർശിച്ചു, റിയാക്ട് ചെയ്തു. അതിന് അദ്ദേഹം മറുപടി തന്നിരുന്നു. എന്നാൽ എന്നെ വിമർശിക്കുമ്പോഴും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അൻസാരി സൂരി ഉസ്താദിൻ്റെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നന്മയുള്ള ആ മനസ്സ്, അദ്ദേഹം തുറന്നു പറയാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ അത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദാണ് ഈ മദനി ഉസ്താദ്. ഇദ്ദേഹത്തെയും വ്യക്തിപരമായിക്കൊണ്ട് ഇഷ്ടമാണ് എനിക്ക്, തുറന്നു പറയാൻ ഒരു മടിയുമില്ല. അദ്ദേഹം ഇവിടെ ഇപ്പോൾ പറയുന്നത്, ഈ ഉസ്താദിന് തീരെ നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു വിവാഹത്തിൻ്റെ വിഷയം സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ഉസ്താദ് അദ്ദേഹം വിവാഹത്തിന് പോകുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് റീലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയല്ലാത്ത ചില പ്രവർത്തനങ്ങളുണ്ടായി. അതാണ് അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവാഹത്തിൽ ഇപ്പോൾ സാധാരണഗതിയിലൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് ആ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത് വിവാഹത്തിൻ്റെ സമയത്ത്. എന്നാൽ ഇദ്ദേഹം ഇവിടെ വിമർശിക്കുമ്പോൾ അത് കുനിഷ്ട് തോന്നിയിട്ടോ വേറൊന്നുമായിട്ട് ആരും തെറ്റിയിരിക്കേണ്ടതില്ല. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട, കുട്ടികളെ നേർമാർഗത്തിലേക്ക് നയിക്കേണ്ട, ദീൻ പറഞ്ഞു കൊടുക്കേണ്ട മുസ്ലിയാക്കന്മാർ ആ വേഷവും കെട്ടിക്കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇതുപോലെയുള്ള ഉസ്താദന്മാർ തുറന്നു പറയുന്നത് കേൾക്കാൻ സന്തോഷമാണ്. നമ്മളൊക്കെ പറയേണ്ടതാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അത് സംബന്ധമായിട്ട് ഞാൻ തെറ്റ് ശരി ഒന്നും പറയുന്നില്ല. മദനി ഉസ്താദ് പറയട്ടെ. ചെറിയ വീഡിയോ ആണ്, കുറച്ച് നേരം കൂടി. വേറെ എന്തെങ്കിലും പണിക്ക് നോക്കിക്കൂടെ നിങ്ങൾ? പച്ച ഹറാമ്. ഉസ്താദേ, നിങ്ങൾ ഉസ്താദാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ വേഷത്തിനൊരു ബഹുമതി ഉണ്ട്, ഒരു ബഹുമാനമുണ്ട്. അത് കളങ്കപ്പെടുത്തരുത് കേട്ടോ. ഒരുപാട് ഉസ്താദുമാരെ, ഒരുപാട് ആലിമീങ്ങളെ വേദനിപ്പിക്കുന്ന, അവരെ ചീത്ത പറയിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അതാണ് പോയിന്റ്. കാര്യം ഉസ്താദെ, നിങ്ങൾ വേറെ കുറേ ആലിമീങ്ങളെ ചീത്ത പറയിപ്പിക്കുവാനുള്ള ആ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾ ചിന്തിക്കിട്ടോ, നിങ്ങൾ തെറ്റാണ് ചെയ്തത് കേട്ടോ എന്ന് പറയുന്ന ഈ ഉസ്താദ് കണ്ണടക്കല്ല ചെയ്തത്. ഈ ഉമ്മത്തിൽ ഉസ്താദന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലാതെ നമ്മളെ ഉമ്മത്തിന് മൊത്തം, അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം, നമ്മളുടെ ആളുകൾക്ക്, സഹോദരന്മാർക്കൊക്കെ ചീത്തപ്പേര് വരുള്ളൂ, മുണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അമുക്കി വിടുന്ന, അടച്ചു വെക്കുന്ന കാര്യങ്ങൾ, ഇതുപോലെയുള്ള കിതാബ് ഓതി പഠിച്ച ഉസ്താദന്മാർ അത് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ കാണിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, ബാക്കി എന്ന് കേൾക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, വിഷമത്തോടു കൂടെ പറയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കൽ, ഈ തലയിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് ജീവിക്കൽ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണി ഒഴിവാക്കുക, ഈ തലയിക്കെട്ട് അയച്ചേക്കുക. ഇത് കെട്ടിയിട്ട് ഇപ്പണി എടുക്കല്ലേ. വളരെ വേദനയോടുകൂടെ പറയാണ്. കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. എൻ്റെ വാക്കുകൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളൂ. ഇല്ല, നിങ്ങളെ വാക്കുകൾ കൂടിയിട്ടില്ല. ഇനി മൂപ്പര് അത് ക്ഷമിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുറ്റമല്ല ഉസ്താദെ, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ ആരെയും കുറ്റമല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരും സത്യം പറയുമ്പോൾ വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് കുറ്റം പറയുകയാണ്, ഇറച്ചി തിന്നാണ്, അത് തിന്നാണ്, ഇത് തിന്നാണ്, മറ്റേത് തിന്നാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഓലെ നിങ്ങൾ മുഖവിലൊക്കെ എടുക്കണ്ട. അവർ സത്യം തിരിച്ചറിയുമ്പോൾ അവർ പശ്ചാത്താപിച്ച് മടങ്ങിക്കോളും. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്. അദ്ദേഹം ചെയ്തത് വലിയൊരു തെറ്റാണോ ശരിയാണോ അത് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. ഞാനതിൽ ആളല്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിയാരാകുമ്പോൾ, ഖത്തീബാവുമ്പോൾ, ഇമാമാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് നിവൃത്തിയോടും കൊണ്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥ വരൂലേ? എന്തായാലും ഈ ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഉസ്താദെ, അതിൽ നിങ്ങൾ കുറ്റക്കാരനല്ല. നിങ്ങൾ സത്യമാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കി പറയും, കുറച്ചും കൂടി പറയേണ്ട ഉസ്താദ്. ഇതിന് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, പവിത്രതയുണ്ട്. അത് കളങ്കപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു, വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ചത്, അല്ലാഹു ആദരിച്ചത്, ആദരിക്കലും ബഹുമാനിക്കലും ഈമാനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളോട് ദേഷ്യണ്ടായിട്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ ഈ പ്രവൃത്തി
ഉസ്താദുമാർക്ക് വല്ലാത്തൊരു അടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കെട്ട് കെട്ടിയിട്ട് ഈ പരിപാടി നമ്മൾ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ദീനാണ്. നല്ലത് മനസ്സിലാക്കാൻ, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു വലൈഹിസ്സലാം റഹ്മത്തുള്ളാഹി. മദനി ഉസ്താദെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ മുൻപ് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ അത് വിമർശനമായിരുന്നു. ആ വീഡിയോ നിങ്ങൾ റിയാക്ട് ചെയ്തിരുന്നു. റിയാക്ട് ചെയ്യണമെന്നൊന്നും പറയില്ല, റിയാക്ട് ചെയ്താൽ വിഷയമില്ല. നിങ്ങൾ എന്നെ ഓർക്കണേ. നിങ്ങളെ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ ഞാൻ ഇന്നും പറയുന്നു. ഇഷ്ടമാണ്. ഇതുപോലെ ഉസ്താദന്മാർ തുറന്നു പറയൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉസ്താദന്മാരെ നല്ലതിങ്ങനെ പറയൽ തുടങ്ങാം. അൽഹംദുലില്ലാ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതേപോലെ തുറന്നു പറയാൻ ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. അള്ളാനെ മാത്രം പേടിച്ചാൽ മതി. ഒരു മഖ്ലൂക്കിനെയും പേടിക്കണ്ട. ഇൻഷാ അല്ലാഹ്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമല്ലോ. ഏതായാലും ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഇതുപോലെ ഉസ്താദന്മാരെ നിങ്ങൾ നല്ലത് പറയൽ തുടങ്ങിക്കോളിയും. കള്ളക്കഥയും കള്ളക്കറാമത്തും ഇല്ലാത്ത ഭംഗത്തരങ്ങളും പറയൽ നിർത്തിയിട്ട് ഇതുപോലെ മദനി ഉസ്താദിനെ പോലെയും അൻസാരി സൂര്യ ഉസ്താദിനെ പോലെയും നന്മകൾ പറയൽ തുടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറയുന്ന നന്മയുടെ ആ വാക്കുകൾ അതെടുത്തുകൊണ്ട് അത് നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക്, എത്താത്തവരുടെ മുമ്പിലേക്കും കൂടി ഞാനത് എത്തിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ്. അൻസാരി സൂര്യ ഉസ്താദിൻ്റെ ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാണിച്ചിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ സത്യമായിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിലേക്ക് എത്തിക്കുവാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഉസ്താദന്മാർക്കും ഉണ്ടാവട്ടെ. അതുപോലെ ഉസ്താദന്മാരുടെ നല്ല കാര്യങ്ങൾ പറയുവാനും ഉസ്താദന്മാർ ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ നല്ലത് മാത്രം പറയുന്നത് കേൾക്കുവാനും നമുക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്നറിയിച്ചുകൊണ്ട് ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.